അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നിവിടെ കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പൊട്ടറ്റോ സ്മൈലിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഞാൻ അതിലേക്കായിട്ടൊരു 4 ഉരുളക്കിഴങ്ങൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒന്നെങ്കിൽ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രേറ്റർ വെച്ചിട്ടോ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഗ്രേറ്ററിലാവുമ്പോൾ നമുക്ക് ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്കിത് കിട്ടും. ഞാനിവിടെ ഗ്രേറ്ററിൽ ഇത് നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ടേക്ക് ഒരു 2 സ്ലൈസ് ബ്രെഡ് ഒന്ന് പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു നനവിൽ തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എക്സ്ട്രാ ഫ്ലേവേഴ്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒറിഗാനോ അങ്ങനെ ഹെർബ്സും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 30 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലൊന്ന് വെക്കാം. ഇതിപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നൊന്ന് പുറത്തെടുത്തിട്ടുണ്ട്. നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുത്തിട്ട് ഇതിൽ നിന്നൊരു 2 പാർട്ടായിട്ടൊന്ന് തിരിക്കാം. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി എടുക്കണം. ഇനി ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുക്കാം. അപ്പോൾ ഈ ഒരു കനത്തിൽ വേണമെന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒരു റൗണ്ട് ഷേപ്പുള്ള അടപ്പോ അല്ലെങ്കിൽ കുക്കീസ് കട്ടറോ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് കോൺഫ്ലവറിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന മാവ് ഇതിൽ നിന്നൊന്ന് എടുക്കാം. ഇനി ഇതുപോലത്തെ സ്ട്രോ വെച്ചിട്ട് സ്മൈലിയുടെ കണ്ണൊന്നാക്കി കൊടുക്കാം. അപ്പോൾ സ്ട്രോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഇനി ഇതുപോലത്തെ സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ വായി ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് നേരിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 മണിക്കൂർ നേരം ഒന്ന് ഫ്രീസറിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ ഫ്രോസണായിട്ട് വാങ്ങുന്ന ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 1 മാസം വരെ ഫ്രീസറിലും സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിലോ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ആവശ്യാനുസരണം ഫ്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് 2 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണയൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ നല്ല ക്രിസ്പി ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ 2 സൈഡ് ഇതുപോലെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ സ്മൈലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കുട്ടികൾക്കൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഉടൻ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്